എന്റെ ഉണ്ടായത് 18 20 കയറ് ചെലവായി അങ്ങോട്ട് വയനാട്ടിലേക്ക്. പാവപ്പെട്ട മനുഷ്യൻ, അവന്റെ നെഞ്ചൂക്ക് കൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യൻ, അധ്വാനിക്കാൻ വേണ്ടി വിത്തിറക്കാൻ വേണ്ടി കടം വാങ്ങിയിരുന്ന മനുഷ്യർക്ക് വറുതിയുണ്ടായപ്പോൾ കടം തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. എന്തേ ചെയ്തത്? കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്ത് ബാങ്കുകൾക്ക് കൊടുത്തു, പലിശയുടെ ശതമാനത്തെ എഴുതി തള്ളാൻ. എന്നിട്ടും മൂലധനം ബാക്കിയാണ്, പലിശയും ബാക്കിയാണ്. ഇതെന്ത് മനുഷ്യ സ്നേഹമാണ് ജനങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കുകാർ പറയുന്നത് ഒരാൾ ഞങ്ങളുടെ പണം വാങ്ങിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് ധനം വാങ്ങിക്കൊണ്ടുപോയി ഒരു നിർദ്ദിഷ്ട കാലഘട്ടത്തിൽ കൈവശം വെച്ച ആ സീസണിൽ, അതുകൊണ്ട് അയാൾക്ക് ലാഭം കൊയ്യാമല്ലോ. സത്യത്തിൽ ഊഹാപോഹം, ലാഭം കൊയ്യാം. ഇനി അത് കമ്പോളത്തിൽ ഇറക്കിയാൽ തന്നെ ഇയാൾക്ക് ലാഭം കിട്ടുന്നതിൽ ഒരുറപ്പില്ല. എന്നാൽ പലിശ കൊടുക്കൽ ഉറപ്പുള്ള ലാഭം കിട്ടിയാൽ പലിശ കൊടുത്താൽ മതി എന്നാണെങ്കിൽ അത് മാന്യമായ മര്യാദയായിരുന്നു. അതുപോലില്ല. പലിശ ഉറപ്പാണ്, ലാഭം ഉറപ്പില്ല, കച്ചവടം ഉറപ്പില്ല, സീസൺ ഉറപ്പില്ല. എന്ത് വൃത്തികേടാണ്! വൃത്തികേടുകളുടെയും ആഭാസങ്ങളുടെയും മനുഷ്യദ്രോഹത്തിന്റെയും മുകളിൽ കെട്ടിയെടുക്കപ്പെട്ടതാണ് ഇന്നത്തെ ബാങ്കിംഗ് സംവിധാനങ്ങൾ. അത് അവസാനിപ്പിക്കാതെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗാന്ധിജി സ്വപ്നം കണ്ട യഥാർത്ഥമായ ഇന്ത്യ രാജ്യത്തെ രാമരാജ്യമെന്ന്, ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു രാമരാജ്യത്തിന്റെ സംസ്ഥാപനം, അല്ലെങ്കിൽ പാവപ്പെട്ടവനിൽ നിന്ന് ഉദ്ധാനതയുണ്ടാകുന്ന യഥാർത്ഥ പഞ്ചായത്തി രാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന പാവപ്പെട്ട ജനങ്ങളുടെ ഉത്ഥാനത, അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായത് ഇന്നത്തെ ബാങ്കിംഗ് സിസ്റ്റങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഈ ധനം, ഞാൻ ഈ കടം കൊടുത്ത ധനം എന്റെ കൈവശമായിരുന്നുവെങ്കിൽ അതുകൊണ്ട് കച്ചവടം ചെയ്ത് എനിക്ക് ലാഭം ഉണ്ടാകാമായിരുന്നല്ലോ. ഞാൻ അയാൾക്ക് കൊടുത്തപ്പോൾ അതുകൊണ്ട് അയാൾ കച്ചവടം ചെയ്ത് അയാൾക്ക് ലാഭം ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് ഈ ഉണ്ടാകാമല്ലോ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിലെങ്കിലും പകരമായി കൂടെ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. വല്ലാത്ത അബദ്ധം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇന്ന ഹാദൽ ഇൻതിഫാ അല്ലദീ തറക്തും ദകർതും അംറുൻ മൗഹൂമുൻ. നിങ്ങൾ ഈ പറയുന്നത് ഊഹാപോഹമാണ്. അയാൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയാതിരിക്കാം. കച്ചവടം നിർദ്ദിഷ്ട കാലഘട്ടത്തിനുള്ളിൽ ലാഭം നേടാതിരിക്കാം. ലാഭത്തിന് പകരം നഷ്ടവും നേടാം. രണ്ടു മുഖുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് പലിശ കൊടുക്കൽ ഉറപ്പായി കൊടുക്കേണ്ടതാണ്. എന്നാൽ കച്ചവടത്തിൽ ലാഭം ഒരു ഉറപ്പുമില്ല. ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ ഉറപ്പുള്ളതിന്റെ മേൽ കൂട്ടിക്കെട്ടരുത്. അതുകൊണ്ട് തന്നെയാണ് നേരെ മറിച്ച് 10 രൂപ കൊടുത്ത് പേസ്റ്റ് വാങ്ങിയപ്പോൾ രണ്ടും യാഥാർത്ഥ്യമാണ്. 10 രൂപ സങ്കല്പമല്ല. സങ്കല്പിച്ചാൽ 10 രൂപ കൊടുത്ത് സങ്കല്പിച്ചാൽ കടക്കാരൻ പേസ്റ്റ് കൊടുക്കും, അത് സങ്കല്പമല്ല. അതേപോലെ തന്നെ ഈ പേസ്റ്റും സങ്കല്പമല്ല. 10 രൂപയാണ് കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, നീ സങ്കല്പിച്ചോ, ഞാൻ നിനക്ക് പേസ്റ്റ് തന്നിട്ടുണ്ട്. അടിച്ചിട്ട് പേസ്റ്റ് വാങ്ങൂല അയാളെ കയ്യിൽ നിന്ന്. രണ്ടും ഇത് ബാങ്കുകാർ പറയുന്ന സങ്കല്പമാണ്. മനുഷ്യരെ ഈ പറയുന്ന ആരാണ് ഈ ധനതത്വ ഈ ശാസ്ത്രങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത്? ഇത് ജനദ്രോഹത്തിൽ നിന്നുണ്ടാക്കിയതാണ്. ഇത് അവസാനിപ്പിക്കാതെ മനുഷ്യർ ഈ സമൂഹത്തിന് നടുനിവർത്തി നിൽക്കുക സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ വലിയ വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ലാഭം ആ ഉപഭോക്താവിന് കിട്ടാതിരിക്കാം. എന്നാൽ ഈ പലിശ വാങ്ങാനുള്ളത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് فتفويت المتيقن لأجل الأمر الموهوم لا ينفك عن نوع ضرر. ഇതൊരു ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയാകുന്നു, ഇത് ദ്രോഹമാകുന്നു. ഒരു ഉറപ്പിന് പകരമാണെങ്കിൽ വേണ്ടില്ല. ഇതൊരു ഉറപ്പ് കേവലം ഊഹത്തിന്റെ പേരിലാണ്. ഒരു ഉറപ്പായ ധനം കൊടുക്കേണ്ടി വരുന്നത് ഒരു ഊഹത്തിന്റെ പേരിൽ മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ചിന്തിക്കുക, വളരെ ആലോചിക്കണം. ലോകത്തെ ഏത് കച്ചവടമാണെങ്കിലും അത് മൈക്രോസോഫ്റ്റിന്റെ ചെയർമാനായ
ബിൽഗേറ്റ്സിന്റെ കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിന് രണ്ടവസ്ഥയുണ്ട്. ലാഭവും ഉണ്ടാകാം, നഷ്ടവും ഉണ്ടാകാം. അതിന്റെ പിന്നിലാകട്ടെ ഈ ലാഭവും നഷ്ടവും പ്രതീക്ഷിക്കുന്ന ആ കച്ചവടം, അതിന്റെ പിന്നിൽ എന്തൊക്കെ ചെലവഴിക്കണം? ഒന്ന്, അയാളുടെ യോഗ്യത; രണ്ട്, അയാളുടെ സമയം; മൂന്നാമത്തെ അയാളുടെ അധ്വാനം, മൂലധനം. സത്യത്തിൽ കടം വാങ്ങിയതാണെങ്കിലും ഇത് ഇയാളുടെ ധനത്തിലേക്ക് മടങ്ങുന്നതാണല്ലോ. മൂലധനം അയാളുടേത് തന്നെയാണ് പ്രത്യക്ഷത്തിൽ, അടിസ്ഥാനപരമായി. ഇതൊക്കെ അയാൾക്ക് ചെലവഴിച്ചിട്ടും ലാഭമുറപ്പില്ല. ഒരാൾക്ക് ലാഭമുറപ്പുണ്ട്. ആർക്ക്? പലിശക്കാരന്. അവനൊരു പ്രശ്നമല്ല. യുദ്ധങ്ങളിൽ ആയുധം വാങ്ങാൻ വേണ്ടി ഒരു വലിയ രാജാവ്, ഒരു വലിയ പണക്കാരൻ, ആയുധങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുണ്ടല്ലോ ലോകത്ത്. പല രാഷ്ട്രങ്ങളും ആയുധങ്ങൾ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങാറുള്ളത്. വലിയ വലിയ വമ്പൻ ഇന്റർനാഷണൽ കച്ചവടക്കാർ. ആ കച്ചവടക്കാര് ആയുധങ്ങൾ കടം കൊടുക്കും. ആ ആയുധങ്ങൾ കടം കൊടുത്ത്, അല്ലെങ്കിൽ ആയുധം വാങ്ങാനുള്ള പണം കടം കൊടുക്കുന്ന ലോക ബാങ്കുകൾ, ആയുധം വാങ്ങിക്കൊണ്ടുപോകുന്ന ജനസമൂഹമാകട്ടെ യുദ്ധം ചെയ്ത് അവർ മരിച്ചിരിക്കും, അവർ ദശിച്ചിരിക്കും, തീർന്നിരിക്കും. ഇയാൾക്കൊരു പ്രശ്നമല്ല. ഇയാൾക്ക് രാവും പകലും ഉണ്ടാകുന്നതിനനുസരിച്ച് അയാൾക്ക് സൂര്യനോട് വലിയ സ്നേഹമാണ്, ചന്ദ്രനോട് വലിയ സ്നേഹമാണ്. സൂര്യനും ചന്ദ്രനും ബാക്കിയുണ്ടെങ്കിൽ ലാഭം ഇയാൾക്ക് ഉറപ്പ്. അയാൾക്ക് മാത്രം ലാഭം ഉറപ്പ്. ഇയാളെ സൂര്യചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഇയാളെ കച്ചവടം. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി, രാജ്യങ്ങൾ മരിച്ചുപോയി, സംസ്കാരങ്ങൾ തകർന്നു പോയി, ഭാര്യമാർക്ക്, പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയി, മക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, എല്ലാം കഴിഞ്ഞു. എന്നാൽ ഇത് പണം കടം കൊടുത്ത ധനാഠ്യനാകട്ടെ അവൻ തിന്ന് കൊഴുത്ത് ജീവിക്കുകയാണ്. അവന് സത്യത്തിൽ എത്ര ഭീമമായ അബദ്ധമാണ് ഈ പറയുന്നത്. ഒരു കമ്പനി, ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു പ്രൊഡക്റ്റ് തുടങ്ങുന്ന ഒരു കമ്പനി, ആ കമ്പനി ഒരാളിൽ നിന്ന് 1 കോടി രൂപ, ഒരു ബാങ്കിൽ നിന്ന് 1 കോടി രൂപ ലാഭം വാങ്ങുന്നു, കടം വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ കടം കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിർദ്ദിഷ്ട ഓരോ മാസാമാസവും ഈ 1 കോടി രൂപക്ക് ഇത്ര രൂപ ഒരു നിർദ്ദിഷ്ടമായ കണക്ക് വെച്ചിട്ട് ആ കണം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 25,000 രൂപ മാസാന്തം അതിന്റെ പലിശ എന്ന് വെക്കുന്നു. സത്യത്തിൽ ഈ കമ്പനിക്ക് ആ കച്ചവടം കൊണ്ട് ലാഭമുണ്ടാകാം, ഉൽപ്പന്നങ്ങൾ ചെലവാകാം, ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണല്ലാതെ വന്നാൽ കെട്ടിക്കിടക്കാം, ഉൽപ്പന്നങ്ങളെക്കാൾ മികക്കുന്ന മറ്റുൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ ഇത് പറ്റേ തള്ളപ്പെട്ടിരിക്കാം. എന്നാലും മറ്റേയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് അത് വന്നുകൊണ്ടേയിരിക്കണം. ഇതാണ്, ഒരിക്കലും റിബ പാടില്ല. അതുകൊണ്ടാണ് കച്ചവടവും ഇതും ഒന്നല്ല. കച്ചവടവും റിബയും ഒന്നല്ല. കച്ചവടത്തിന്റെ 2 ഭാഗത്തും യഖീനാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് യഖീനും ഒരു ഭാഗത്ത് വഹുമുമാണ്. നിങ്ങൾ ചിന്തിക്കണം, വളരെ മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. കച്ചവടത്തിന്റെ 2 ഭാഗത്തും യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. പലിശ അങ്ങനെയല്ല, അയാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുക, ഒരുറപ്പില്ലാത്ത കേവലം ഊഹങ്ങളോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് മാത്രമല്ല, ഇസ്ലാമിക ആദർശമനുസരിച്ച് ഏതൊരു മനുഷ്യനും അധ്വാനിയാകണം. പലിശ മനുഷ്യരെ അധ്വാനിയല്ലാതാക്കും. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ലോകം മര്യാദയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഏർപ്പാടുകൾ നടക്കണം, ഈ മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തണം. എന്നാൽ ഒരാള് മക്കാസിബ്, അധ്വാനം കൊണ്ടും തൊഴിൽ കൊണ്ടും ലാഭം ലഭിക്കണമെങ്കിൽ അധ്വാനിക്കണമല്ലോ. നേരെ മറിച്ച് പലിശക്കാരൻ അധ്വാനമില്ല, അവൻ അധ്വാനിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അധ്വാനിക്കാത്ത ഒരു സൊസൈറ്റിയുടെ സംസ്ഥാപനം കൂടി പലിശയിൽ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സിദ്ധാന്തിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഹറമ റിബ മിൻ ഹൈസു ഇന്നഹു റിബ യംനഉ الناس عن الاشتغال بالمكاسب. തൊഴിലിന് പോകുന്നതിന് തൊട്ട് മനുഷ്യരെ തടയുന്ന കാര്യമാണ് എന്ത്? പലിശ. അവന് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടില്ല. അവന്റെ ബന്ധപ്പെടൽ എന്തുകൊണ്ട് മാത്രമായിരിക്കും? പലിശയോട്, പൈസയോട് മാത്രം. നോക്കൂ, വളരെ ചിന്തിക്കണം. ബാങ്കിനെ പറ്റിയാണ് ഈ പറയുന്നത്. പൈസ കൊടുത്താൽ തന്നെ നേട്ടം ലഭിക്കുമെങ്കിൽ അധ്വാനത്തിൽ അത് മുതലിറക്കാൻ അവൻ തയ്യാറാവില്ല. ആരെപ്പോലെ? ബാങ്കിനെ പോലെ.
ബാങ്കിന്റെ കയ്യിൽ പൈസയുണ്ട്, ബാങ്ക് പൈസ കൊടുത്ത് പൈസ നേടുകയാണ്. എന്നാൽ ഈ പൈസയുടെ കോടിക്കണക്കായ രൂപ ഒരു ദിവസം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് ഇത് ഇഷ്ടിഗാലും ബിൽ മക്കാസിബ് അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ പിന്നിൽ ആയിരക്കണക്കായ ആളുകൾക്ക് തൊഴിലുണ്ടാകും പ്രത്യക്ഷമായി തന്നെ. എന്നാൽ 3-4 ആളുകളും ഒരു കമ്പ്യൂട്ടറും ഉണ്ടായാൽ ഒരു ഫൈനാൻസിന്റെ കാര്യം നടന്നു. എത്ര രൂപ നടക്കുന്നുണ്ട് അവിടെ? കോടിക്കണക്കായ രൂപ ദിനേന വന്നു പോകുന്നു. തൊഴിലെടുക്കാതെ തന്നെ ആളുകൾക്ക് നേടാവുന്ന കാര്യം പലിശയാണ് പഠിപ്പിച്ചത്. അഥവാ പലിശ മനുഷ്യരെ മടിയനാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖഫ അലൈഹി ഇക്തിസാബ് വജ്ഹിൽ മഈഷ, മഈഷത്ത് നേടാൻ കഴിയും. ഫലാ യകാദു യതഹമ്മലു മശഖത്തൽ കസ്ബി വത്തിജാറതി വസ്സനാഅതി ഷാഖ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അധ്വാനങ്ങൾക്കോ സമയം ചെലവഴിക്കാൻ അവൻ തയ്യാറാവുകയില്ല. ഞാൻ വിശദീകരിക്കുന്നു. മാത്രമല്ല പലിശ കൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, പലിശ എന്ന് പറയുന്നത് സത്യത്തിൽ പരസ്പര സഹായ സഹകരണങ്ങളെ ഇല്ലാതെയാക്കുന്ന സംഗതിയാണ്. ഒരു ഗ്രാമത്തിൽ പലിശ നടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ വായ്പ നടക്കുകയില്ല. വായ്പ നടക്കുക. വായ്പയെന്ന് പണമുള്ളവൻ പണമുള്ളാത്തവനോട് റഹ്മത്ത് ഈ ലോകത്തിന് അല്ലാഹു തആല സംവിധാനിച്ചത് തന്നെ റഹ്മത്തിന്റെ പേരിലാണ്, റഹ്മത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ടായിട്ട് പോലും ആദ്യമായി അവനെ നമുക്ക് പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അള്ളാഹു കരുണയാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനാൻ, മഹാമഹാനാൻ, എങ്കിലും പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, കരുണയാണ്. എന്നാൽ ഈ ലോകത്തെ മുഴുവനും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള റഹ്മത്ത് എന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് എതിരാണ് പലിശ. എന്തുകൊണ്ട്? അതിൽ കാരുണ്യമില്ല. 2, അത് വരുന്നതോടുകൂടെ കാരുണ്യം എടുത്തു പോകും. ആ നാട്ടിൽ പിന്നെ കാരുണ്യം ഉണ്ടാവുകയില്ല. അസ്സബബു ഫീ തഹരീമി അഖ്ദിർ റിബ അന്നഹു യുഫ്ളി ഇലാ ഇൻഖിതാഇൽ മഅറൂഫി ബൈനൻ നാസ്, ജനങ്ങൾ തമ്മിൽ ചെയ്യുന്ന സേവനങ്ങളെ അത് ഒഴിവാക്കും. മിനൽ ഖർലി, കടങ്ങൾ. ലിഅന്ന റിബ ഇദാ ത്വാബത്തിൻ നുഫൂസു ബിഖർലി ദിർഹമി ഇസ്തിർജാഉ മിസ്ലിഹി വലൗ ഹല്ല റിബ, പലിശ വന്നു കഴിഞ്ഞാൽ ലകാന ഹാജത്തുൽ മുഹ്താജി തുഹ്മിലുഹു അലാ അഖ്ദി ദിർഹമി ബിദിർഹമൈൻ ഫയുഫ്ളി ദാലിക ഇലാ ഇൻഖിതാഇൽ മുസാവാത്തിൽ വൽ മഅറൂഫ്, ജനങ്ങൾ പരസ്പരം ചെയ്യുന്ന സേവനങ്ങൾ പലിശയുണ്ടില്ലെങ്കിൽ മനുഷ്യർ പരസ്പരം സേവനം ചെയ്യും, ഉള്ളവനില്ലാത്തവന് കൊടുക്കും. എന്നാൽ പലിശ വ്യാപകമാകുന്നതോടുകൂടെ ഉള്ളവൻ വിചാരിക്കുന്നത് എന്തിനാ ഞാൻ വെറുതെ കൊടുക്കുന്നത്, കൊടുത്താൽ ഇതിന്റെ പേരിൽ ലാഭം കിട്ടും. മാത്രമല്ല ലാഭം കിട്ടാതെ ഒരിക്കലും കൊടുക്കാതെ കിട്ടില്ല എന്ന ബോധം പാവപ്പെട്ടവനും വരും. അത് ഒന്നുകൂടി അവനെ പാവപ്പെട്ടവനാക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യത്തിൽ പലിശ കോളനിയുടെ ഉൽപ്പന്നമാണ്. ഇതൊരു കോളനിയുടെ ഉൽപ്പന്നമാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ന്, ലോകത്തെ 3ാം കിട രാജ്യങ്ങൾ മുഴുവനും ഇന്ന് അന്താരാഷ്ട്ര ബാങ്കിന്റെ കോളനികളാണ്. എന്തിനധികം അമേരിക്കയുടെ കോളനികളാണ്. ഒരു രാജ്യം മറ്റേ രാജ്യം ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ മറ്റവന്റെ വലിയ രാജ്യത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം പരിഗണിച്ച് അവരുടെ നേതാക്കൾ കൊടുക്കുന്നിടത്ത് ഒപ്പിടാൻ നിർബന്ധിതരാകുന്നത് പലിശയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് കോളനിവൽക്കരമാണ്. അഥവാ നശിച്ചുപോയ ശാരീരിക അടിമത്തത്തിന് പകരമുള്ള അതിനേക്കാൾ ഭീകരമായ സാമ്പത്തിക അടിമത്തമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അടിമകളില്ലാതെയായി എന്ന് ഞങ്ങൾ പറയുന്നു, അടിമകളെ ഇല്ലാതെയാക്കി എന്ന് നാം പറയുന്നു. എന്തടിമകളെ ഇല്ലാതെയാക്കിയത്? മനുഷ്യനെ അടിമയാക്കുകയാണ്. മനുഷ്യനെ അടിമയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സത്യത്തിൽ പലിശ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അഥവാ കോളനിവൽക്കരണത്തിന്റെ തിരിച്ചുവരവാണ് പലിശ എന്ന് പറയുന്നത്. അത് ശാരീരിക അടിമത്തത്തിന് പകരമുള്ള സാമ്പത്തിക അടിമത്തമാണ്, കോളനിവൽക്കരണമാണ്. അഥവാ ഒരു സാമ്പത്തിക ലോകം, ഒരു ക്യാപിറ്റലിസത്തിന്റെ സംസ്ഥാപനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു നിലക്ക് കമ്മ്യൂണിസത്തെക്കാൾ വലിയ കമ്മ്യൂണിസമാണ്. അതിൽ നിരീശ്വരവാദമില്ലെന്ന് മാത്രം, അധ്വാനിക്കുന്നവന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ലാഭം കൊടുത്തിരിക്കണമെന്ന്, കൂലി കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അവിടുത്തെ അരികിലേക്ക് വന്നു. എന്നിട്ട് മുസ്തഫ
നബിയുടെ അരികിൽ അവിടുന്ന് ഒരു ഈത്തപ്പഴം ഒരു മുന്തിരിക്കൊല കഴിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മുന്തിരി തരൂ. ആ മുന്തിരിക്കൊല അയാളുടെ കയ്യിലേക്കാണ് കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു മുന്തിരിക്കുല വാങ്ങിക്കൊണ്ടുവന്നു. പ്രവാചകൻ കഴിക്കാനൊരുങ്ങുവേ അതേ ആൾ തന്നെ വീണ്ടും, നബിയെ പ്രവാചകന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. വീണ്ടും അയാൾ വന്നു, നബിയെ നേരത്തെ കഴിച്ചതുകൊണ്ട് എനിക്ക് പൂതിയടങ്ങിയില്ല, ഒന്നുകൂടി തരൂ. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മൂന്നാമത്തെ മുന്തിരിക്കൊലയും വാങ്ങിക്കൊണ്ടുവന്നു. അതും വന്നപ്പോഴും കഴിക്കാനൊരുങ്ങിയപ്പോൾ അതേ ആള് തന്നെ വീണ്ടും തന്റെ മുന്നിൽ നിൽക്കുന്നു, അതും കൊടുത്തു. നാലാമത്തെ പ്രാവശ്യം ഈ മുന്തിരിക്കൊല കഴിക്കാൻ തുടങ്ങുന്ന നേരത്തെ വീണ്ടും അയാൾ വരുമ്പോൾ പ്രവാചകൻ വീണ്ടും അത് അയാളെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഫഖീറോ കച്ചവടക്കാരനോ എന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാലും കൊടുത്തു. ഇത് വിൽക്കാൻ കൊണ്ടുപോവാണോ, ഒരാൾക്ക് ഇത്ര മുന്തിരിക്കൊലൊന്നും തിന്നാൻ കഴിയൂല, എന്നാലും കൊടുത്തു. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിനോട് കിടപിടിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ ജനദ്രോഹത്തിൽ കെട്ടിപ്പൊക്കിയ ആദർശങ്ങളാണ് വെൽത്ത് ഓഫ് നേഷൻസ് മുതൽ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ സാമ്പത്തിക സിദ്ധാന്തങ്ങളും മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന പുതിയ ഒരു കോളനിവൽക്കരണമാണ്. ഒരിക്കലും അടിമത്തം അവസാനിച്ചിട്ടില്ല. അന്നത്തെ അടിമയേക്കാൾ വലിയ അടിമ, അന്ന് കഴിവുള്ളവനായിരുന്നു അടിമ. ഇന്ന് പ്രസവിക്കാനിരിക്കുന്ന ഭ്രൂണം പോലും അടിമയാണ്. മനുഷ്യനെ അടിമയാക്കുന്ന സമ്പ്രദായമാണ് സത്യത്തിൽ പലിശ. അതുകൊണ്ട് കൂടിയാണ് അഹല്ലല്ലാഹുൽ ബൈഅ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം കാരുണ്യത്തിന്റെ പ്രസ്ഥാനമാണ്. ഇസ്ലാം പകരമില്ലാതെ കടം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അനവധി ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന പ്രഗൽഭമായ ഹദീസ്, റസൂലുള്ളാഹി عن أبي هريرة رضي الله عنه من نفس عن مسلم كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة. അള്ളാഹു പറയുകയാണ്, ഹബീബായ റസൂൽ പറയുകയാണ്, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ. ഒരാള് നോക്കൂ, നിങ്ങൾ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടവരല്ലേ. ഇന്ന് ആർക്കാണ് സത്യത്തിൽ ഇതിന്റെയൊക്കെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ അർഹതയുള്ളത്? മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ആധുനിക സർക്കാരുകളും ആധുനിക വ്യവസ്ഥിതികളും ഹബീബായ റസൂലുള്ളാഹിന്റെ ഈ പാഠത്തിലേക്ക് ചിന്തിക്കണം. മുസ്തഫാ നബി പറഞ്ഞത്, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ. ദുനിയാവിലെ ഒരാളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും നീക്കി കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. അത്തരം ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ അന്ത്യനാളിന്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുന്നതാണ്. മൻ യസ്സറ അലാ മുഅസിരിൻ, ഒരു ഞെരുക്കക്കാരന് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, അഥവാ അവൻ തരാനുള്ളത് തന്നെ അവന്റെ കയ്യിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഒരൽപ്പം കൂടി അവധി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവൻ എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ കൂട്ടുകാരനെ സഹായിക്കുമ്പോഴാണ് അല്ലാഹു അവന്റെ കൂടെ ഇരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഒരാൾക്ക് കടം കൊടുത്താൽ ഒരു തവണ കൊടുത്തു, കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ ചൊന്ന് രണ്ടാമത്തെ തവണയും കൊടുത്താൽ, ഇതിൽ രണ്ടിൽ ഒരു തവണ സ്വദഖയുടെ സ്ഥാനത്താണ്. അയാൾ അത് മടക്കി തന്നാൽ പോലും മുസ്തഫാ നബി പറയുകയാണ്, മനസ്സിലാക്കണം, ഒരാൾക്ക് 2 തവണ കടം കൊടുത്താൽ 2 തവണയും അയാളത് മടക്കി തന്നാൽ പോലും അതയാൾക്ക് സ്വദഖയ, ഒരിക്കലും സ്വദഖയാണ്. ഹബീബായ നബി പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മാ മിൻ മുസ്ലിമിൻ യുഖ്രിദു ഖർളൻ മർറതൈൻ, ഒരാൾ 2 തവണ ഒരാൾക്ക് കടം കൊടുത്താൽ ഇല്ലാ കാന കസ്വദഖത്തിൻ മർറതൻ, ഒരു തവണ അത് സ്വദഖയാകും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. എന്തിന് സ്വദഖയുടെ മേലെയാണ് കടമെന്ന് പോലും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി റഅയ്തു ലൈലത ഉസിയ ബി അലാ ബാബിൽ ജന്ന മക്തൂബൻ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എന്നെ ആനയിക്കപ്പെട്ട മിഅ്റാജിന്റെ രാത്രി ഞാൻ കണ്ടത് മക്തൂബൻ, സ്വർഗ്ഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അസ്സദഖതു ബി അശ്രി അംസാലിഹ, സ്വദഖക്ക് 10 കൂലിയാണ്, വൽ ഖർദു ബി 18, എന്നാൽ കടത്തിന് 18 കൂലിയാണ്. സ്വദഖക്ക് 10 കൂലിയാണെങ്കിൽ
കടം കൊടുക്കുന്നതിന് 18 കൂലിയാണ്. ഫഖുൽതു യാ ജിബ്രീൽ, അപ്പോൾ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മാ ബാലുൽ ഖർലി അഫ്ളലു മിനസ് സ്വദഖ, സ്വദഖയേക്കാൾ കടം കൊടുക്കുന്നത് പ്രധാനമാകാൻ എന്താണ് കാരണമെന്ന്. ഫഖാല, ജിബ്രീൽ എന്നോട് പറഞ്ഞു, ലിഅന്ന സായില യസ്അലു വഇൻദഹു, ഭിക്ഷക്കാരൻ തന്റെ കയ്യിലുണ്ടെങ്കിലും ചോദിക്കും. അവൻ സ്വദഖ കൊടുക്കുക, സദഖ ആവശ്യമുള്ളവനും കൊടുക്കും, ആവശ്യമില്ല അങ്ങനെയല്ലേ, സ്വദഖ ആവശ്യമുള്ളവനും കൊടുക്കും, ആവശ്യമില്ലാത്ത അങ്ങനത്തെ നമ്മൾ കൊടുക്കുന്നത്. സ്വദഖ, സക്കാത്ത് ഇതൊക്കെ നമ്മൾ ആർക്കാ കൊടുക്കുക? ഒരാളെ കണ്ടാ കൊടുക്കും. അയാൾക്ക് ഇപ്പൊ 100 രൂപ ആവശ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഇല്ല, എന്നാലും കൊടുക്കും. എന്നാൽ ഒരാൾ ആവശ്യമില്ലാതെ കടം ചോദിക്കുകയില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനം, ആവശ്യമാണ് അവിടെ നിർവഹിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് സദഖ 10 കൂലിയാണെങ്കിൽ കടം 18 കൂലിയാണ് എന്നെ സ്വർഗത്തിന്റെ വാതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണത്? കടത്തിന്റെ പ്രോത്സാഹനം പറയുമ്പോൾ ഇന്ന് കടത്തെ ഇല്ലാതാക്കി തീർത്ത ചില ഘടകങ്ങളുണ്ട്. എന്ത്? കടം വാങ്ങുന്നവനെ സത്യത്തിൽ കടം വാങ്ങിക്കൊണ്ടുപോകുമ്പോ കണ്ടാൽ പിന്നെ അവനെ മാഷിട്ട് തെരഞ്ഞാലും കാണില്ല എന്നതാണത്. ഇത് ഇസ്ലാമികമല്ല. ഇത് വളരെ ചിന്തിക്കണം. അതാണ് ഈ പലിശകളെ ഉണ്ടാക്കിയത്. വായ്പകളും കടങ്ങളും ഒക്കെ മനുഷ്യർ അവസാനിപ്പിക്കാൻ കാര്യം. ഞാൻ ഈ അടുത്ത ദിവസം അടുത്ത ഒരു സന്ദർഭത്തില് ഒരു യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. അങ്ങനെ ആ യോഗത്തിൽ ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുമ്പോ അയാൾ പറയാണ്, പഴയ കാലത്ത് നമ്മൾ ഒരാൾക്ക് ഒരു 50 റുപ്പികയുടെ ഉപകാരം ചെയ്തു കൊടുത്താൽ തിരിച്ച് അയാൾ ഒരു 50 റുപ്പികയുടെ ഉപദ്രവം മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഒരാൾ പറയാ, കുറച്ച് മുതലാളിയാ, കുറച്ച് പൈസ ഉള്ള ഒരാൾ പറയാ, പഴയ കാലത്ത് നമ്മൾ ഒരാൾക്ക് ഒരു 50 റുപ്പികയുടെ ഉപകാരം ചെയ്തു കൊടുത്താൽ അയാൾ നമുക്ക് തിരിച്ച് ഒരു 50 റുപ്പികയുടെ ഉപദ്രവേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ഒരാൾക്ക് 50 റുപ്പികയുടെ ഉപകാരം ചെയ്തു കൊടുത്താൽ അയാൾ നമുക്ക് 100 റുപ്പിയുടെ ഉപദ്രവമാണ് ചെയ്യുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ടതാണ്. സത്യത്തിൽ ഈ കടങ്ങൾ തന്നെ വലിയ നാശമാവുകയാണ്. കാരണം വീട്ടാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. ഇസ്ലാമിക വിരുദ്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഇസ്ലാമികമാവണല്ലോ. പലിശ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ കടത്തെ നിലനിർത്താവുന്ന സോഴ്സ് കൂടി നാം കണ്ടെത്തണം. മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അൽ മുസ്ലിമൂന ഇൻദ ശുറൂതിഹിം, മുസ്ലിമീങ്ങൾ നിബന്ധനയുടെ അടുത്ത് മാത്രം നിൽക്കുന്നവരാണ് എന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു നിബന്ധന എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമൂന ഇൻദ ശുറൂതിഹിം. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദാറഖുത്നി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി നബി പറഞ്ഞു, അൽ മുസ്ലിമൂന ഇൻദ ശുറൂതിഹിം, മുസ്ലിമീങ്ങൾ അവരുടെ നിബന്ധന പാലിക്കുന്നവരാ. എന്ത് നിബന്ധനയാണോ ചെയ്തത് ആ നിബന്ധനയിൽ നിലകൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മത്വലുൽ മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു. എത്രയും പെട്ടെന്ന് വീട്ടണമെന്ന ഉദ്ദേശത്താൽ ഒരാൾ ഒരു കടം വാങ്ങിക്കൊണ്ടുവന്നാൽ അത് വീട്ടാൻ അല്ലാഹു സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ അനുഭവമാണ്. നബി പറഞ്ഞു, അൽ മുസ്ലിമൂന ഇൻദ ശുറൂതിഹിം, മുസ്ലിമീങ്ങൾ അവരുടെ നിബന്ധന പാലിക്കുന്നവരാ. എന്ത് നിബന്ധനയാണോ ചെയ്തത് ആ നിബന്ധനയിൽ നിലകൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മത്വലുൽ മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു. എത്രയും പെട്ടെന്ന് വീട്ടണമെന്ന ഉദ്ദേശത്താൽ ഒരാൾ ഒരു കടം വാങ്ങിക്കൊണ്ടുവന്നാൽ അത് വീട്ടാൻ അല്ലാഹു സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ലോണം ചിന്തിക്കണം. ഇതൊക്കെ അനുഭവമാണല്ലോ നമുക്ക്. ഒരാൾ വീട്ടാൻ വേണ്ടി കടം വാങ്ങിയാൽ അത് വീട്ടാൻ അള്ളാഹു സഹായിക്കും. അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിൽ അതിനുള്ള പണം അള്ളാഹു തന്നെ അവനെ സംഘടിപ്പിക്കും. അവന്റെ വഴി തുറക്കും. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ ആ വിചാരിക്കാത്ത മാർഗേന അതിൽ നിന്ന് മോചിതനാകാൻ അള്ളാഹു അവന് സൗകര്യം ചെയ്യും. എന്നാലാകട്ടെ വമൻ അഖദഹാ യുരീദു ഇത്ലാഫഹാ, അതുകൊണ്ട് വെറുതെ കളിക്കുക, കടം വാങ്ങുക, എന്നിട്ട് മറ്റോനെ വിഡ്ഢിയാക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അത്ലഫഹുല്ലാഹ്, ആ ധനം അള്ളാഹു നശിപ്പിക്കും. ഒരിക്കലും അത് ാൻ സാധിക്കുകയില്ല. അതിന്റെ പേരിൽ അവൻ നാളെ പരലോകത്ത് നിന്ദനാകുമെന്ന് ഹബീബായ റസൂൽ
അപ്പോൾ ഒരു കടം വാങ്ങിക്കൊണ്ടുപോയി പോകുന്നവന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് ഓരോ സെക്കൻഡിലും എത്രയും പെട്ടെന്ന് എനിക്കത് വീട്ടണമെന്ന താല്പര്യമുണ്ടാവുക. ഇങ്ങനെയായാൽ കടങ്ങൾ നിലനിൽക്കും നമ്മുടെ നാട്ടിൽ. കടത്തെ നിഷ്കാസനം ചെയ്യാനുള്ള അടിസ്ഥാനപരമായ കാര്യം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാതിരിക്കുക എന്നാണ്. അബീ ഹുറൈറത്ത ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെ കാണാം: മതലുൽ ഗനിയ്യി ളുൽമുൻ, തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടാവാട്ടും കൊടുക്കാതിരിക്കൽ ളുൽമുൻ, അക്രമമാണെന്ന് ഖാല റസൂലുള്ളാഹി. മതലുൽ ഗനിയ്യി ളുൽമുൻ, തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ട് കൊടുക്കാതിരിക്കൽ ളുൽമാണെന്ന്, ഹബീബായ അക്രമമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിവില്ലാത്തവനാകട്ടെ നിങ്ങൾ വിട്ടൊഴിഞ്ഞു കൊടുക്കുകയും വേണം. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരാൾ കടം തരാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അയാളെ തേടിച്ചെന്നു. അയാൾ എന്നെ കണ്ടപ്പോൾ ഒളിച്ചുപോയി. പിന്നെ ഞാൻ അയാൾ അവചാരിതമായി കണ്ടുമുട്ടി. അബൂ ഖത്താദ തങ്ങൾ പറയുകയാണ്, കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മുഅ്സിറായിരുന്നു, ഞെരുക്കക്കാരനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമൽ ഖിയാമ, അന്ത്യനാളിലെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടത് ഫൽനഫിസ് അൻ മുഅ്സിൻ ഔ യളയ അൻഹു, ഒരാൾക്ക് ഞെരുക്കക്കാരന് സമയം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ തട്ടത് മാപ്പാക്കുകയോ ചെയ്യുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, കടം കൊടുത്തവൻ അധികം കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. എന്നാൽ കടം കൊണ്ടുപോകുന്നവൻ അധികം കൊടുക്കണം. അത് സുന്നത്താണെന്ന്, അവന് കഴിയുമെങ്കിൽ കൂടുതൽ കൊടുക്കുന്നത് പ്രധാനപ്പെട്ട അമലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളിൽ നിന്ന് ഒരു കടം വാങ്ങി. ഒരു ഒട്ടകക്കുട്ടിയെ കടം വാങ്ങി. വലുതായിട്ട് കൂടുതൽ ഒട്ടകം ഉണ്ടായി കഴിഞ്ഞാൽ അതുപോലത്തെ ഒട്ടകക്കുട്ടിയെ ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന വ്യവസ്ഥയിൽ കടം വാങ്ങി. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടകം കൊണ്ട് കൂടി അവസാനം സക്കാത്തിന്റെ അളവിലാകാൻ മാത്രമുള്ള ഒട്ടകം റസൂലുള്ളാഹിക്കുണ്ടായി. ഇങ്ങനെ ഒരു ശറഅാണ് പഠിക്കുന്നത്, അല്ലാതെ റസൂലുള്ള ധനം ഉണ്ടാക്കല്ല. ഇതൊരു ശറഅ് പഠിപ്പിക്കുക, ഇതിന്റെ പിന്നിൽ ഒരു ശറഅ് പഠിപ്പിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടിയെ കടം വാങ്ങി. എനിക്കിതുപോലെ ഒട്ടകങ്ങൾ വളർന്നാൽ ഇതുപോലത്തെ ഒരു കുട്ടിയെ ഞാൻ നിനക്ക് മടക്കി തരാമെന്ന വ്യവസ്ഥയിൽ കടം വാങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞു. സക്കാത്തിന്റെ അളവെത്തിയപ്പോൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചു. ആ ഒട്ടകക്കൂട്ടത്തിൽ പോയിട്ട് ഒരു കുട്ടിയെ പിടിച്ചിട്ട് അവിടെ കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഒട്ടകക്കുട്ടിയെ പരിശോധിച്ച് നോക്കുമ്പോ 6 വയസ്സിനേക്കാൾ കമ്മിയുള്ള ഒരൊട്ടകമല്ല. എല്ലാ ഒട്ടകം നല്ല കൂറ്റന്മാര് വലിയതാ. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, അയാൾ തന്നെ കുട്ടിയെ പോലത്തെ ഒരു കുട്ടിയെ ആ കൂട്ടത്തിൽ നമുക്ക് കാണാനില്ല, അപ്പൊ ഇപ്പൊ കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് മുസ്തഫ റസൂലുള്ളാഹിനോട് ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ആ കൂട്ടത്തിലെ ഒരു കൂട്ടനെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്ക. അതന്നെയാണ് കൊടുക്കേ. ഏറ്റവും നല്ലൊരു കൂട്ടനെ പിടിച്ചു കൊടുക്കേ. ഖൈറുക്കും അഹ്സനുക്കും ഖളാഅ, വീട്ടുന്ന നേരത്തെ ഒന്ന് നന്നാക്കി വീട്ടുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻ ഖാല ഇസ്തഖറ റസൂലുള്ളാഹി സിന്നൻ ഫഅഅതാ സിന്നൻ ഫൗഖഹു വഖാല ഖിയാറുക്കും മഹാസിനുക്കും ഖളാഅ, വീട്ടുന്ന നേരത്തെ യോഗ്യമായി ആ കാര്യത്തെ ഒന്നുകൂടി അധികരിച്ചു ചെയ്യുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ യോഗ്യന്മാർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചുരുക്കത്തിൽ കടം കൊണ്ടുപോയ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇതൊക്കെ റസൂലുള്ളാഹി പറയുന്നത്, ഇതിനൊക്കെ ഈ നേട്ടം പറയുന്നത് കടം എന്ന കാര്യത്തെ എല്ലാ കാലത്തും സമൂഹത്തിൽ നിലനിർത്തുകയും അതിലൂടെ പലിശയെ ഇല്ലാതാക്കുകയും ചെയ്യാനാണ്. നിങ്ങൾ നോക്കി, ഇത്ര നേരെ തിരിച്ചു കൊടുക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ദാരിദ്ര്യം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം കൊടുക്കൽ നല്ലതാണ്, നിർബന്ധിക്കുകയല്ല. അധികം കൊടുക്കൽ, നിങ്ങൾ അയാളെ ധനം കൊണ്ടുവന്ന് ധനമുണ്ടാക്കിയില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് പണം കൂടിയില്ലേ, എങ്കിൽ തിരിച്ചു കൊടുക്കുന്ന നേരത്ത് എന്തെങ്കിലും കൂടുതൽ കൊടുക്കൽ നല്ലതാണ്. അതിൽ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ മറ്റേ ആള് പ്രതീക്ഷിക്കണ്ട. ഒരിക്കലെ ഒരാള് പലിശ വാങ്ങും എന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ അയാളോട് സംസാരിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, സുന്നത്താണ് വാങ്ങുന്നത്, പലിശ അല്ല, സുന്നത്താണ് വാങ്ങുന്നത്. അപ്പോ
ശരി, സുന്നത്താണെങ്കിൽ കുഴപ്പമില്ല, അധികം തരാണെങ്കിൽ ഞാൻ ആരോടും പറയാറില്ല, ഞാൻ ആരോടും നിർബന്ധിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും കൂടുതൽ കൊണ്ടുതരികയാണ് എങ്കിൽ ഞാൻ വാങ്ങും, എത്രയേ ഉള്ളൂ, നന്നായി. പക്ഷേ അയാളെ കുറിച്ച് അറിയുന്ന വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് സുന്നത്തല്ല, സുന്നത്താണ് എങ്കിൽ കൊടുക്കാത്ത ആള് രണ്ടാമത് വന്ന് ചോദിച്ചാൽ ഇയാള് കൊടുക്കൂല. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഇത് സുന്നത്തല്ല, അത് സുന്നത്തല്ല, അതെന്ത് സുന്നത്താണ്? അതായത് ഇയാൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇയാളോട് ചോദിച്ചു പറഞ്ഞു സുന്നത്താണ്, സുന്നത്താണെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല, ശരം അനുവദിച്ചല്ലേ, ഞാൻ മടങ്ങിപ്പോന്നു. പിന്നെ അത് അന്വേഷിച്ചപ്പോ വീണ്ടും വേറെ ചില ആളുകൾ എന്നോട് പറഞ്ഞു സുന്നത്തല്ല, അയാളിൽ നിന്ന് ഒരിക്കൽ കടം ചോദിച്ചാല് അത് കൊടുത്താല് ആ പൈസ തിരിച്ചു കൊടുക്കുന്ന നേരത്തെ എന്തെങ്കിലും എന്റെ മേലെ വെച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടിൽ ചോദിച്ചാൽ ഇവിടെ അല്ല അവിടെ ഇല്ല, ഞാൻ തരൂലെന്നൊന്നും പറയില്ല, ഇവിടെ ഇല്ല അവിടെ ഇല്ല, നാളെ കിട്ടിയാ തരാം, മറ്റന്നാ വന്നാ തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വയപ്പിച്ചിട്ട് ആ പൈസ കൊടുക്കൂല. അപ്പൊ സത്യത്തിൽ സുന്നത്തല്ല വാങ്ങുന്നത്, എന്തെന്നെയാണ്? പെൻഷനാണ്. ഒരു തൊണ്ടൻ ഒരു അജയര കാര്യ പറയുന്നത്. ഏതായാലും നോക്കി നിങ്ങൾ അജയമാരൊന്നും പേടിക്കണ്ട, നമ്മളൊക്കെ അജയാകാൻ പോകണ തന്നെയല്ലേ, അള്ളാഹു താര തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതല്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി എന്തിനാ അങ്ങനെ ചെയ്യണത്? ഈ പാക്ക് പറഞ്ഞത് കടത്തെ സമൂഹത്തിൽ നിലനിൽക്കണം, ഇത്രമാത്രം ഗുണങ്ങൾ അതിനാലുണ്ടായിത്തീരും. അപ്പൊ കടം നിലനിൽക്കണം. കടം നിലനിന്നാലേ എന്തൊഴിവാകൂ? പലിശ ഒഴിവാകൂ. പലിശ ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അർറിബ 73 ബാബ, പലിശ 70 ചില്ലാനും അധ്യായങ്ങളുണ്ട്. ഐസറുഹ, അതിലേറ്റവും കുറ്റം കുറഞ്ഞ അധ്യായം അൻയൻകിഹർ-റജുലു ഉമ്മഹു, ഒരാൾ തന്റെ ഉമ്മാനെ വിവാഹം കഴിക്കുന്നത് പോലെയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് സമമാണ് ഏറ്റവും ചെറിയ പലിശ പോലും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. പലിശ 70 ചില്ലാനും അധ്യായങ്ങളാണ്. ഐസറുഹ, അധ്യായങ്ങളിൽ ഏറ്റവും ലഘുവായ അധ്യായം പോലും ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് കിടപിടിക്കും എന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ ചിന്തിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവനും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ യഥാർത്ഥ പ്രവർത്തകനെ മാത്രമല്ല ശപിക്കുക, അതുമായി ബന്ധപ്പെട്ടവരെ മുഴുവനും ശപിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉദാഹരണം പറയാ, അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10. 10 ആളുകളെ കള്ളിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു പറഞ്ഞു. 10 ആളുകൾ. എന്നാൽ കള്ള് കുടിച്ചത് ഒരാളാ. 10 ആളെ ശപിച്ചു. കള്ള് പിഴിഞ്ഞു കൊടുത്തവൻ, അത് പിഴിഞ്ഞ് കള്ളുണ്ടാക്കി കൊടുത്തവൻ, അത് പിഴിയാൻ വീതിയായവൻ, അഥവാ കള്ള് പിഴിയാൻ വേണ്ടിയിട്ട് സസ്യങ്ങളെ ഉണ്ടാക്കി കൊടുത്തവൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അക്കാലത്ത് മുന്തിരി ഉണ്ടാക്കും. മുന്തിരി ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഈ മുന്തിരി വിൽപ്പന നടത്തും. എന്തിന്? കള്ളിന്. ഇന്ന് നമ്മുടെ ചില ആളുകൾ പന ചെത്താൻ കൊടുക്കുന്നത് പോലെ, ഇപ്പൊ ഉണ്ടോ അത്? വയനാട് ചില പ്രദേശത്തുണ്ടോന്ന് ആരോ എന്നോട് പറഞ്ഞു. അങ്ങനെ കള്ള് ചെത്താൻ കൊടുക്കുക. ഇപ്പൊ ഈ എന്തിന് പന, എന്തിന് തെങ്ങ് മണ്ടരി ബാധിച്ചപ്പോൾ ഏറി. കാരണം ഇന്ന് തേങ്ങയുണ്ടായാൽ ദരിദ്രനായി. അതായിരുന്നല്ലോ നിലപാട്. അല്ലാഹു തആല കാർഷിക കാര്യങ്ങളിലൊക്കെ നമുക്ക് അല്ലാഹു റഹ്മത്ത് അധികരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്തിൽ നിഅമത്ത് കൂട്ടുമാറാകട്ടെ. എല്ലാ വിഭാഗം മനുഷ്യർക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ഏതൊരാൾക്കും അല്ലാഹു തആല ദാരിദ്ര്യം തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഫضل അല്ലാഹു നമ്മുടെ മേൽ നിറക്കുമാറാകട്ടെ. വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കുക, മുസ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേദിയായി കൊടുക്കുന്നവൻ എന്ന് മാത്രമല്ല, വശാരിബഹ, കുടിക്കുന്നവൻ, വഹാമിലഹ, കള്ള് ചുമന്നു കൊണ്ടുവന്നവൻ, ആരിലേക്കാണോ വഹിച്ചു കൊണ്ടുവന്നത് അവൻ കുടിച്ചിട്ടുണ്ടാവില്ല, അവനിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ കൊണ്ടുവന്നിട്ട് ആരോ അത് വേറെ കുടിക്കാൻ കൊണ്ടുപോകും എങ്കിൽ ആ വീട്ടുകാരൻ ആ കള്ളിനെ ഏത് വീട്ടിലേക്കാണോ, ഏത് വ്യക്തിയിലേക്കാണോ ചുമന്നു കൊണ്ടുപോയി വെക്കുന്നത്, ആ വീട്ടുകാരൻ പോലും അയാൾ ഇതിനൊന്നും ബന്ധപ്പെടുന്നില്ല. കള്ള് തൽക്കാലം തന്റെ വീട്ടിൽ വെക്കാൻ അയാൾ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാത്രം. മനസ്സിലായില്ല നിങ്ങൾക്ക്?
ഒരാൾ പറഞ്ഞു, ഇതാ ഒരു 4 കുപ്പിയുണ്ട്, ജോണി വാക്കറാണ്, ഞങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പള്ളിക്ക് പോവാണ്, അതുകൊണ്ട് ജോണി വാക്കറിന്റെ 4 കുപ്പിയാണ്, ഇവിടെ നിന്നോട്ടെ, നമ്മൾ ബന്ധക്കാരല്ലേ, കുടുംബക്കാരല്ലേ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും കാണേണ്ടവരല്ലേ, പേച്ചു പോയതാണ്, സാരല്ല, പള്ളിക്കൊക്കെ ഇതും കൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഈ ജോണി വാക്കറിന്റെ 4 കുപ്പി അല്ലെങ്കിൽ 3X റമ്മിന്റെ ഒരു 4 കുപ്പി ഇവിടെ നിന്നോട്ടെ എന്ന് ഒരു വീട്ടിൽ പോയി പറഞ്ഞാൽ തൽക്കാലം ഒരു അരമണിക്കൂർ കാമണിക്കൂർ ഒരു പള്ളി പോയി വരുന്നവരെ കള്ളുടിയന്മാരാണ് നല്ലൊരു ശതമാനം പള്ളിയിൽ കയറുന്നത്. അങ്ങനെയാണ്. പഴയ കാലത്ത് നല്ലോരും ചീത്തവരും വേറെയാണ്. ഇന്നത് മാറി. ആകാശഭൂമികൾക്കിടയിൽ എത്രയും വൃത്തികെട്ട കാലം ഇന്നത്തെ കാലം. എന്തുകൊണ്ട്? പഴയ കാലത്ത് നല്ലോരാണ്, മോശപ്പെട്ടവരാണ്. നല്ലോരൊന്നിനുമില്ല, സിനിമക്ക് പോകൂല, ഹറാമ് പറയൂല, ഹറാമ് ചെയ്യൂല, പലിശ വാങ്ങൂല, തമാടിത്തരം ചെയ്യൂല, ഒന്നിനുമില്ല. ഒരു നല്ലോര് തന്നെയാണ്. മോശപ്പെട്ടവരും കിട്ടൂല. അവര് പള്ളിക്കൊക്കെ വരില്ല, അവള് നിസ്കരിക്കാൻ വരില്ല, അവര് ജുമാക്ക് വരില്ല, അവര് തമ്മാടിയാളായിട്ട് അങ്ങനെ ചത്തുപോകും. ഇന്നത്തെ അവസ്ഥ മാറി. ഇന്ന് നല്ലോരെന്നെയാണ് മോശപ്പെട്ടവരെന്നെയാണ്. ആരാ സിനിമക്കൊണ്ടത്? അവൻ തന്നെയാണ് പള്ളിക്കൊക്കെ വന്നത്. ആരാ കള്ള് ഷാപ്പിലുള്ളത്? അവൻ തന്നെയാണ് പള്ളിയിലുള്ളത്. ആരാണ് ബാങ്കിലുള്ളത്? അവൻ തന്നെ പള്ളിയിലുള്ളത്. തന്നെ എല്ലാം ഒരു കൂട്ടരാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു കാത്തുരക്ഷ. ഇത് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ നാശമാണ്. ഇതുപോലും ചെയ്യുന്ന ആളുകൾ. പിന്നെയോ കള്ളുണ്ടാകുന്ന മുന്തിരിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ, കള്ളിന് വെട്ടിക്കൊണ്ടു പോകുന്ന മുന്തിരിക്ക് വേണ്ടി, ആ മുന്തിരി വളരാൻ വേണ്ടി ഇവൻ അറിയാവുന്ന സാഹചര്യത്തിൽ ഇവൻ അറിയാം ഇതെന്തിനു വേണ്ടിയാണ്. അപ്പൊ കൂലിപ്പണിക്കാരൻ ഇവൻ അറിയാം ഇത് കൊണ്ടുപോണത്, ഇത് ഞാൻ വളർത്തുന്നത്, ഇതിന്റെ മൊലാടി ഇതിനെ വളർത്തുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവനിതിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇവനിതിൽ ബന്ധം, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു മാത്രമാണ്. അവൻ പോലും അള്ളാന്റെ അടുക്കൽ മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിറ്റുകൊടുത്ത തൊഴിലാളി, വിറ്റ വിൽപ്പന നടത്തിയവൻ, അതിന്റെ വില തിന്നവൻ, കള്ളുടിച്ചിട്ടില്ല. ഭർത്താവ് അബ്കാരി കോൺട്രാക്ടറാണ്, അബ്കാരിയാണ്, അല്ലെങ്കിൽ അബ്കാരിയുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവനാണ്. അതിനാൽ കിട്ടിയ കൂലിയിലേക്ക് അരി വാങ്ങിത്തുന്ന ഭാര്യ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അതിന്റെ വിലയെത്തുന്നവരെപ്പോഴും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കള്ളിനെ തനിക്ക് വേണ്ടി വാങ്ങിയവനും തള്ളിനെ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയവനും ഒക്കെ നമ്മളെ ചില ആളുകളുണ്ട്, ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരും കൊണ്ട് ബാറിൽ പോകും. അവരിന്നോട്, ഞാൻ ചില ആളുകൾ, ചില സിവിൽ സപ്ലൈസിൽ പണിയെടുക്കുന്ന ചില ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾ അവിടുന്ന് ഒന്നും കഴിക്കൂല, എന്നാൽ നല്ല വൃത്തിയുള്ള മുട്ടയും നല്ല ചില പ്രത്യേകമായ കള്ളുഷാപ്പിലെ ഭക്ഷണത്തിന് ചില പ്രത്യേക രുചിയാണ്, നല്ല സാധനങ്ങൾ അവിടെ കിട്ടും, ഞങ്ങൾ കള്ളിൽ തൊടൂല. ഇവൻ നല്ല സാധനമായിരിക്കും, കുറച്ച് കപ്പ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല 1-ാം നമ്പർ ഇറച്ചി പൊരിച്ചത് കിട്ടിയിട്ടുണ്ടാവും, അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും, അതിലൊന്നും കുഴപ്പമില്ല. ലാസ്റ്റ് ഇറങ്ങിപ്പോരുമ്പോ ഉദ്യോഗസ്ഥന്റെ ബില്ല് ഇവരടക്കും. ഇതാണ് അവർ ചെയ്തത്. ധൂർത്തും അഴിമതിയും നമുക്ക് പറയാണ്ട്, ഉദ്യോഗസ്ഥന്മാരൊന്നും പൊരിക്കാണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത പിന്നെ പറയാം. ഏതായാലും നോക്കൂ, നിങ്ങള് ചിന്തിക്കാൻ സാന്ദർഭികമായി. ഇതുവരെ ഇത്തരം ആളുകളെ പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതിന് ബില്ലടച്ചവനെ പോലും അള്ളാഹു ശപിച്ചു, തനിക്ക് വേണ്ടി വാങ്ങിയവനെയും ശപിച്ചു, വേറൊരാൾക്കരെ വാങ്ങിക്കൊടുത്തവനെയും അള്ളാഹു ശപിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ സ്വഹീഹായ ഒരു ഹദീസ് ഇങ്ങനെ കാണുന്നുണ്ട്. അൻ സമുറത ബിൻ ജുൻദുബിൻ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയാണ്, ഖാല റസൂലുള്ളാഹി റസൂലുള്ള പറയാണ്, അത്റഅയ്തുൽ ലൈല റജുലൈനി അതയാനി ഫഅഖ്റജാനി ഇലാ അർളിൻ മുഖദ്ദസ ഫൻതലഖാ ഹത്താ അതൈനാ അലാ നഹ്രിൻ മിൻ ദമിൻ. എന്നെ 2 മലക്കുകൾ വന്ന് സ്വപ്നത്തിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങളെല്ലാം വഹയുകളാണ്. വഹയിന് 3 മാധ്യമമുണ്ട്. ഒന്ന് അർറുയ സ്വാലിഹ. നോക്കൂ, വഹയിന്റെ 3 മാധ്യമങ്ങളിൽ ഒരു മാധ്യമമാണ് എന്ത്? സ്വപ്നം. അമ്പിയാക്കന്മാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല. ഇന്നി അറാ ഫിൽ മനാമി
അന്നീ അദ്ബഹുക ഫൻദുർ മാലാ തറാ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിന്നെ അറുക്കണമെന്ന്. ഉൽഹിയത്തിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്, ബാങ്കിന്റെ അടിസ്ഥാനം സ്വപ്നമാണ്. സ്വപ്നം വഹിയാണ്. അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാണ്. മുസ്തഫ നബി പറയുന്നു, രണ്ടാൾ എന്റെ അടുത്ത് മലക്കുകൾ വന്നിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി. ഹത്താ അതൈനാ അലാ നഹ്രിൻ മിൻ ദമിൻ, കട്ട പിടിച്ച രക്തമുള്ള ഒരു പുഴക്കരയിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കേവലം സ്വപ്നമല്ല. ഇമാം ബുഖാരി രേഖപ്പെടുത്തുക, റസൂലുള്ളാഹിന്റെ സ്വപ്നം, ഞാൻ രണ്ടാൾ മലക്കൾ വന്നിട്ട് എന്നെ കട്ട പിടിച്ച ഒരു രക്തമുള്ള പുഴയുടെ കരയിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്താണ്? ഒരാൾ പുഴയുടെ മധ്യത്തിലുണ്ട്, വേറൊരാളാകട്ടെ പുഴക്കരയിൽ കുറെ കല്ലും കൊണ്ട് നിൽക്കുന്നുമുണ്ട്. നോക്കൂ, ഒരാൾ ഈ രക്തമുള്ള പുഴയുടെ പുഴയുടെ ഈ രക്തക്കട്ട ഒഴുകുന്ന പുഴയുടെ രക്തം, തനി രക്തത്തിന്റെ ഒരു പുഴ, അതിന്റെ മധ്യത്തിൽ. ഇമാം ബുഖാരിയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, തനി കട്ട പിടിച്ച ചോരയുള്ള ആ പുഴയുടെ, ആ ഭീകരമായ പുഴയുടെ മധ്യത്തിലാണ് ഒരാൾ കുറെ കല്ലും കൊണ്ട് അതിന്റെ കരയിലും നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? ആ പുഴയുള്ള ആൾ നീന്തി കരയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുഴയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ പുഴക്കരയിൽ നിൽക്കുന്ന ആള് അയാളുടെ വായയെ നോക്കിയിട്ട് കല്ലുകൊണ്ടെറിയുന്നു. അയാളുടെ വായ, ആരുടെ വായ? വളരെ ആര് ആ പുഴക്കരയിൽ നിന്ന് നീന്തി വരുന്ന ഈ കട്ട പിടിച്ച രക്തപ്പുഴയുടെ മധ്യത്തിലായിരുന്ന അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ നീന്തി വരികയാണ്. അയാൾ കരയിലേക്ക് വരുമ്പോൾ കരയിൽ നിൽക്കുന്ന ആള് തന്റെ അരികിലുള്ള കല്ലുകൊണ്ട് ഇയാളുടെ വായ നോക്കി എറിയുന്നു. വീണ്ടും അയാളെ ഓടിക്കുന്നു. ഇതാ ഫറദ്ദഹു ഹൈസു കാന, അയാൾ വന്നിടത്തേക്ക് തന്നെ അയാള് ഓടിക്കുന്നു. എപ്പോഴൊക്കെ ഇയാൾ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നുവോ, അയാൾ മറ്റേ ആള് അയാളുടെ വായയെ നോക്കിയിട്ട് കല്ലുകൊണ്ട് എറിയുന്നു. ഞാനിത് കണ്ടു, വളരെ ഗൗരവപൂർവം. അങ്ങനെ ഇയാൾ വീണ്ടും ആ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ ഇയാൾ ഭീകരമായ ഈ ശിക്ഷയിലകപ്പെട്ട് ഞാൻ ഈ ഭീഭത്സമായ ഈ ചിത്രം കണ്ടപ്പോൾ ഞാൻ മഹാനായ എന്റെ കൂടെ വന്നവരോട് ചോദിച്ചു, മഹാന്മാരായ മലക്കുകളോട് ചോദിച്ചു, ആരാണ് ഈ നിൽക്കുന്ന ആള്? ഫഖാല, ആ വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞു, അല്ലദീ റഅയ്തഹു ഫിന്നഹരി ആകിലുർ റിബാ. സ്വഹീഹുൽ ബുഖാരി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലിശക്കാരന്റെ ശിക്ഷ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുകയാണ്. പലിശ വാങ്ങിയവന്റെ ശിക്ഷ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുകയാണ്. ആരാണ് ആ പുഴയുള്ളവനെന്നറിയോ? അല്ലദീ റഅയ്തഹു ഫിന്നഹരി, ആ പുഴയിൽ നീ കണ്ട ആളുണ്ടല്ലോ, അങ്ങ് കണ്ട ആളുണ്ടല്ലോ, അത് ആകിലുർ റിബാ, പലിശ തിന്നവനാണെന്ന് ആ മലക്കെന്നോട് പറഞ്ഞുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വൻദോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദോഷം എണ്ണി പറഞ്ഞിട്ടുള്ളത് അശ്ശിറുകു ബില്ലാഹി വസ്സിഹ്റു വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലുർ റിബ, പലിശയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലഹുമുൽ ജന്ന. 4 വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കടത്തുകയില്ല എന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും മനപ്പാടാക്കണം. 4 വിഭാഗം ആളുകളെ ഒരിക്കലും സ്വർഗത്തിൽ കടത്തില്ല എന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. ആരും അള്ളാഹിന്റെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല. അർബഉൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലഹുമുൽ ജന്ന. 4 വിഭാഗം ആളുകളെയും ഞാൻ സ്വർഗത്തിൽ കടത്തില്ലെന്ന് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഒന്ന്
സദാസമയവും കള്ളു കുടിച്ച് നടക്കുന്നവൻ, അവന്റെ ലക്ഷ്യം കള്ളുകുടിയ, അവന്റെ ജീവിതം കള്ളുകുടിയാണെങ്കിൽ, അവന്റെ ജീവൻ തന്നെ കള്ളുകുടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവൻ ഒരിക്കലും അല്ലാഹു തആല സ്വർഗം കൊടുക്കില്ല നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ആൾ പലിശ തിന്നുന്നവന് ഒരു കാരണവശാലും സ്വർഗത്തിൽ കടത്തില്ല. സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ ഇവന് നൽകുകയില്ല എന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അഥവാ എന്ന് പറഞ്ഞ വാക്കിന്റെ താല്പര്യം സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, അതിന്റെ പരിസരത്ത് പോലും വരിക സാധ്യമല്ല. ഒന്ന് സദാസമയവും കള്ളുമായി ബന്ധപ്പെട്ടവൻ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 2 പലിശ തിന്നവൻ. 3 അർഹതയില്ലാതെ യതീമിന്റെ ധനം കഴിച്ചവൻ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 4 ആൾ മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 വിഭാഗം ആളുകൾക്ക് ഒരിക്കലും അവരെ സ്വർഗത്തിൽ കടത്തില്ലെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. 4 വിഭാഗം ആളുകൾ സദാ നേരവും കള്ളുമായി ബന്ധപ്പെട്ടവൻ. രണ്ടാമതായി പറഞ്ഞത് ആക്കിലുർ റിബ, പലിശ തിന്നവൻ. മൂന്നാമത് ആക്കിലു മാലിൽ യതീമി ബിഗൈരി ഹഖ്ഖിൻ, അർഹതയില്ലാതെ യതീമിന്റെ ധനം കഴിച്ചവൻ. 4ാമത്തെ ആള് വൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാരായ അനവധി മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഹദീസ്, മിശ്കാത്തുൽ മസാബീഹിലും ഈ ഹദീസ് കാണാം. അനവധി മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? അനിബ്നു അബ്ബാസിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഇദാ ലഹറ ഫീ ഖൗമിൻ സിനാ വറിബ, ഒരു നാട്ടിൽ പലിശയും വ്യഭിചാരവും പരസ്യമായാൽ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു, അല്ലാഹുവിന്റെ അദാബ് നിർബാധം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മരിച്ചിട്ട് കുറ്റം കിട്ടലല്ല, ഈ ലോകത്ത് തന്നെ നിർബാധം അല്ലാഹുവിന്റെ അദാബ് അവരിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സർക്കാർ അനുഭവിക്കുന്നത്, നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നാം പലിശയെ ജനകീയമാക്കി എന്നതുകൊണ്ടാണ്. അദാബ് അനുഭവിക്കുന്നുണ്ട്. അദാബിൽ പ്രധാനപ്പെട്ട അദാബാണ് രോഗം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, എത്ര കാലം മുതലേ ഇവിടെ എലിയുണ്ട്, എലിയെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇന്ന് എലി ശ്വസിച്ചത് ഒരാൾ ശ്വസിച്ചു പോയാൽ, ശ്വസിച്ചു പോയാൽ അവന് എലിപ്പനി, വില്ലൻ പനിയാണ്, എലിപ്പനിയാണ്, എന്തൊക്കെയാണ് പനി പറഞ്ഞുകൂടാ. പനി ഉണ്ടാവാത്ത ഒരാൾ ലോകത്ത് കടന്നു പോയിട്ടില്ല. ഏതൊരു ജസദിനെയും നന്നാക്കുന്ന ഒരു കാര്യമാണ് പനി. നോക്കൂ നിങ്ങൾ, എന്തേ സംഭവിച്ചു പോയത്? രോഗത്തിന്റെ പേര് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര രോഗങ്ങൾ. കോളറ തീർന്നു എന്ന് കരുതിയിരുന്നു. ഇനി ഞാൻ ഒരു പത്രത്തിൽ കണ്ടു, ഒരു പെണ്ണ് കോളറ ബാധിച്ച് മരിച്ചുപോയി. ഛർദ്യാതിസാരം കോളറയാണോ എന്ന് സംശയം. ഇതൊന്നും മരിച്ചു പോവില്ല, ഈ രോഗങ്ങളൊന്നും തീരില്ല. നമ്മുടെ ശത്രുക്കളായ അല്ലാഹു തആല ശരീരത്തിലേക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഈ രോഗങ്ങൾ ഒരിക്കലും അത് അവസാനിപ്പിക്കുകയില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ അദാബുകളാണ്. എപ്പോഴാണ് ഈ അദാബ് ഇറങ്ങുക? അഹല്ലല്ലാഹു ഇദാ ലഹറ ഫീ ഖൗമിൻ അസ്സിനാ വറിബ, ഒരു നാട്ടിൽ വ്യഭിചാരവും വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ മുസ്ലിം സമുദായം വളരെ ചിന്തിക്കണം. ഇത് വളരെ ആലോചിക്കേണ്ടത് മുസ്ലിം സമുദായമാണ്. നമുക്ക് ഇസ്ലാമിയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യാഖ്യാനത്തെയാണ് നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എതിരാളികളാണ് ഇവരെല്ലാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ വന്നു പോയാൽ അതുവഴി ഈ ലോകത്ത് തന്നെ നാം ശിക്ഷിക്കപ്പെടുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണത്തെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നല്ലൊരു ശതമാനം അറബ് സമൂഹം. അവരുടെ ശിക്ഷ അല്ലാഹു നൽകി. ലോകം കണ്ട വ്യഭിചാരികളായി അറബികൾ അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിക്കണം. അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു, അല്ലാഹു അദാബ് ഇറക്കി. എന്താ അദാബ്? ഈ ലോകത്തെ ഏറ്റവും വലിയ അദാബ്. യുസല്ലിത്തുല്ലാഹു അലൈഹിം ളാലിമഹും, അക്രമികൾ അവരുടെ രാജ്യം പിടിച്ചടക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നാശത്തിന്റെയും അടിസ്ഥാന കാരണം. മുദ്രാവാക്യം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ, വളരെ സഹോദരങ്ങളെ, നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള ഒഴിവ് കഴിവുകൾ പറയണ്ട. ആരെപ്പോലെയാവണ്ട. അത് പറ്റോ ഇത് പറ്റോ ഒഴിവ് കഴിവുകൾ പറയണ്ട. നിങ്ങൾ വളരെ ആലോചിക്കണം. എന്നോട് ചോദിക്കുന്നതല്ല പ്രധാനം. ഇസ്തഫ്തി നഫ്സക,
നീ നിന്റെ മനസ്സിനോട് ചോദിക്ക്. ഗുണത്തിന്റെ 2/3 ഭാഗവും മനസ്സ് ശാന്തമാകുന്ന കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ വളരെ പ്രഗൽഭമായ ഒരു ഹദീസ് കൂടി സാന്ദർഭികമായി പറഞ്ഞ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സയഅതി അലന്നാസി സമാൻ, ഇനി മനുഷ്യർക്ക് ഒരു കാലഘട്ടം വരും, യൗകുലൂന റിബാ, അവർ പലിശ തിന്നും. അങ്ങനത്തെ ഒരു കാലഘട്ടം മുസ്ലിം സമുദായത്തിന് വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഖീല ലിറസൂലില്ലാഹ്, അപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, അന്നാസു കുല്ലുഹും യൗകുലൂന റിബാ, ജനങ്ങൾ മൊത്തം മുസ്ലിമീങ്ങളും പലിശ തിന്നുമെന്നാണോ നബിയെ അങ്ങ് പറഞ്ഞത്? ഖാല, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യൗകുൽഹു നാലഹു മിൻ ഉബാരിഹി, തിന്നിട്ടില്ലെങ്കിലും അവൻ അതിന്റെ പൊടിയെങ്കിലും അവനിലേക്ക് എത്തിച്ചേരും എന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര ഹദീസാണത്, ഭയങ്കര ഹദീസാണത്. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വലിയ ഒരു ഹദീസാണ്. ഇന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട ഹദീസ് ഇതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഥവാ ഇത് വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറി. മുസ്തഫാ നബി പറയുകയാണ്, എന്താ പറയുന്നത്? സയഅതി അലന്നാസി സമാൻ, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരും, യഅകുലൂന റിബാ, എല്ലാവരും തിന്നും, കൂട്ടത്തിൽ എന്റെ സമുദായവും തിന്നും. ഖീല, അപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് നബിയെ? അന്നാസു കുല്ലുഹും യഅകുലൂന റിബാ, ജനങ്ങൾ മൊത്തം പലിശ തിന്നും എന്നാണോ അങ്ങ് പറയുന്നത് എന്ന്. ഫഖാല റസൂലുള്ളാഹി, മുസ്തഫായ നബി പറഞ്ഞു, മല്ലം യഅകുലുഹു, ഒരാൾ തിന്നിട്ടില്ലെങ്കിൽ പോലും, നാലഹു മിൻ ഉബാരിഹി, ഉബാർ എന്ന് പറഞ്ഞാൽ പൊടി, അതിന്റെ പൊടി പടലമെങ്കിലും അവന്റെ മൂക്കിൽ കേറാത്ത, വായിൽ കേറാത്ത ഒരാളും ആ കാലത്ത് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അഥവാ ഉബാറുമായി ബന്ധപ്പെടും എല്ലാവരും. അതുവരെ അവർക്ക് നാശമാകും. ആ നാശം അവരെ വ്യക്തിത്വത്തിലും അവരെ സൊസൈറ്റിയിലും അവരനുഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അവർ സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ധനത്തിന്റെ കാര്യത്തിലെ ഏറ്റവും അസ്പൃശ്യതയാർന്ന ധനം പലിശയുടെ ധനമാണ്. അത് ഏറ്റവും ഐസറായ കാര്യം, ഏറ്റവും നിസ്സാരമായ കാര്യം താൻ തന്റെ ഉമ്മയെ വിവാഹം കഴിക്കലാണെന്ന് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങൾക്ക് അവസരമുണ്ട്. സദസ്യർക്ക് ചോദ്യം ചോദിക്കാനുള്ള അനുവാദം നൽകി. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടപാട് നടത്തുന്ന കാര്യത്തിൽ മുസ്ലിം അല്ലാത്ത ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടായി, അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൽ വല്ല എവിടെയെങ്കിലും ഇളവ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. മാഷാ അല്ലാഹ്, നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. അങ്ങനെ തന്നെ ചോദിക്കണം, നല്ല ചോദ്യമാണ്. ഇല്ല, ഒരളവ്. നിങ്ങളൊരു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് 1 ഉറുപ്പ്യ വാങ്ങിയാൽ അത് ആ കൃഷ്ണനെ മടക്കി കൊടുത്തിരിക്കണം. ഒരു വേലായുധന്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയാൽ മടക്കി കൊടുത്തിരിക്കണം. ഒരളവുമില്ല. കേട്ടോളൂ ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഹബീബായ റസൂലുള്ളാഹി ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തും. അല്ലാഹു തആല മഹ്ശറ വിളിച്ചാൽ ആദ്യമായി ഇങ്ങനെ പറയുമത്രേ. മഹ്ശറ വിളിക്കുന്നതോടുകൂടെ ആദ്യമായി അറിയുക ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നതി അൽ ജന്നത വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമൗലമത്തിൻ. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നതി അൽ ജന്നത, ഇന്ന് സ്വർഗ്ഗക്കാരിൽ ഒരാളെപ്പോലും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. എപ്പോൾ? വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമൗലമ, നരകത്തിലേക്ക് പോകുന്ന ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ ഹദീസ്? അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി റളിയല്ലാഹു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകനീതിയാണ് മനുഷ്യരെ. എന്താണ് ഈ ഹദീസിന്റെ ഒക്കെ ഒരു അർത്ഥം? നിങ്ങൾ വേലായുധനോടോ കൃഷ്ണനോടോ കടം വാങ്ങിയിട്ട് അവനെ നിങ്ങൾ കൊടുക്കാതിരിക്കരുത് എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആല മഹ്ശറ തുടങ്ങിയാൽ ആദ്യമായി പറയുന്ന വാക്ക് ഇതാ കേട്ടുകൊള്ളുക. സ്വർഗത്തിന് പണിയെടുത്ത് വന്നവരെ കേട്ടുകൊള്ളുക. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നതി
അൽ ജന്നത വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമൗലമ എന്ന്. ഇതാ ഇന്ന് സ്വർഗ്ഗക്കാരായ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ കയറുക സാധ്യമല്ല. വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമൗലമത്തിൻ. നരകക്കാരിലായ ഒരാൾക്ക് ഇവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്താണ് വീട്ടാതെ സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കൂല. അഥവാ അത്രയും ഹസനാത്ത് അവനിൽ നിന്ന് പിടിച്ചു വെക്കാം. അല്ലെങ്കിൽ എന്തു ചെയ്യാം? ഇവന്റെ കൂടെ നരകത്തിലേക്ക് പോകാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും അമുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ പോലും അവരിൽ കടം വാങ്ങിയാൽ പോലും ഇളവില്ല. റബ്ബന അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന ആയത്ത് പറഞ്ഞെടുത്ത് എന്നെ പിഴപ്പിച്ച രണ്ട് വിഭാഗത്തെ കാണിച്ചു തരണം, അവർ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞതായി തോന്നി. അവിടെ ഒന്ന് വിശദീകരിച്ചാലും. ജിന്നുകളുടെയും ഇൻസുകളുടെയും കൂട്ടത്തിൽ എന്നെ പിഴപ്പിക്കാൻ കാരണക്കാരായ ആളുകളെ എനിക്ക് കാണിച്ചു തരൂ എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. ജിന്നുകളുടെ കൂട്ടത്തിലും ഇൻസുകളെ കൂട്ടത്തിലുമുള്ള ഷെയ്ത്താൻമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം സ്വീകരിക്കലിനെ തൊട്ട് തന്നെ തടഞ്ഞ ആളുകളാണ്. അത് ജിന്ന് ഷെയ്ത്താൻമാരുമുണ്ട്, ഇൻസ് ഷെയ്ത്താൻമാരുണ്ട്. ഇൻസ് ഷെയ്ത്താൻ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും എല്ലാവരുമായും ബന്ധപ്പെടും. അള്ളാഹുവിന്റെ വിശുദ്ധ ആയത്ത് സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്വീനൽ ഇൻസി വൽ ജിന്നി. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ സുമ്മിയ ലികുല്ലി മുതമർരിദിൻ. ഏതൊരു മുതമർരിദിനും ഷെയ്ത്താൻ എന്ന് പറയും. അള്ളാഹുവിന്റെ സന്ദേശത്തെ തൊട്ട് ആരൊക്കെ നിങ്ങളെ മുടക്കുന്നുണ്ടോ, നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടോ, ഇവർക്കൊക്കെ എന്ത് പറയും? ഷെയ്ത്താൻ എന്ന് പറയുമെന്ന്. ഷെയ്ത്താൻ എന്ന വാക്കിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീറിന്റെ മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിലക്ക് ഒരാൾ നശിക്കാൻ കാരണക്കാരാകുമല്ലോ അയാളുടെ മാതാപിതാക്കൾ. അയാൾ മാത്രമല്ല, അവർ മാത്രമല്ല, ഇവർ കൂടി ഇതിൽ ഉൾപ്പെടും. കാരണം എന്തുകൊണ്ട്? ഇയാൾ നശിക്കാനുള്ള ഒരു കാരണം ഈ മാതാപിതാക്കൾ കൂടിയാണ്. വേണ്ടാത്ത ഭക്ഷണം അവർക്ക് കൊടുത്തു, മാത്രമല്ല അവർക്ക് അവരുടെ ഇൽമിൽ പോലും അല്ലാഹു ബറക്കത്ത് ലഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ആ വാക്കിന്റെ താല്പര്യം. മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, ഇയാൾ നശിക്കാൻ കാരണക്കാരായ എല്ലാ ആളുകളും എന്നുദ്ദേശം. ഗവൺമെന്റ് സർവൻസിന് ഈ GPF, SLA ഇതുപോലുള്ള നിർബന്ധ ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പെൻഷൻ പറ്റുന്ന സമയത്ത് ഇൻട്രസ്റ്റോട് കൂടിയാണ് തിരിച്ചു നൽകുക. അത് ആ ഇൻട്രസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ ആ പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? ശരി, ആ ഇൻട്രസ്റ്റ് വാങ്ങേണ്ടതാണ്. എന്നാൽ ലോക പണ്ഡിതന്മാരുടെ ഫത്വ അനുസരിച്ച് ഇത്തരം നിർബന്ധ ഇൻട്രസ്റ്റുകൾ പൊതു സ്വത്താണ്, അഥവാ പൊതുവായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതാരുടേതുമല്ലാത്ത ഒരു പൊതു സ്വത്താണ്. അത് പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. അയാൾ അത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതവിടെ നിക്ഷേപിക്കാനും പാടില്ല. എന്തുകൊണ്ട്? ഇതിന്റെ പേരിൽ വീണ്ടും മഫ്സദത്ത്, നാശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർബന്ധമായി നിക്ഷേപിക്കപ്പെടുന്ന സംഖ്യയുടെ വിഹിതമാണ് ആ പറഞ്ഞത്. ആ ഇൻട്രസ്റ്റ് അതൊരിക്കലും അവിടെ കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചില നിർബന്ധ സാഹചര്യങ്ങളിൽ വരുന്ന ബാങ്കിങ്, അതിന്റെയും ഇൻട്രസ്റ്റ് തൽസ്ഥാനത്തിടാൻ പാടില്ല. അതിന്റെ പേരിൽ അറബികൾ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് മാത്രം മതി ഇസ്രായേലികൾക്ക് നമ്മെ കൊന്നൊടുക്കാനുള്ള ആയുധം വാങ്ങാൻ. അതിന് മാത്രം ഇൻട്രസ്റ്റുകൾ അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, വളരെ ആലോചിക്കുക. സ്വിസ് ബാങ്ക് ജൂതന്മാരുടേതാണ്. വെസ്റ്റ് ജർമ്മനിയിലാണ് സ്വിസ് ബാങ്കിന്റെ തുടക്കം. അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ നാസി കക്ഷി രംഗത്ത് വന്നപ്പോൾ നാസി കക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ ജർമ്മേനിയൻ മുതലാളിമാരായ പണക്കാരാണ് സ്വിസ് ബാങ്കിന് അടിസ്ഥാനമുണ്ടാക്കിയത്. സ്വിസ് ബാങ്ക് ലോക ബാങ്ക് എന്ന ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ജൂതായിസമാണ്. അത് ാരുടെ ബാങ്കാണ്. എന്നാൽ അതിലെ ഡെപ്പോസിറ്റ് ചെയ്ത ആളെ കുറിച്ചുള്ള വിവരം പോലും നൽകില്ല എന്ന സുരക്ഷിതത്വം കൊണ്ട് പല കള്ള രാജാക്കന്മാരും അതിൽ പണം നിക്ഷേപിക്കാറുണ്ട്. അറബികൾ ഇങ്ങനെ നിക്ഷേപിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് മാത്രം മതി സ്വിസ് ബാങ്ക് നടത്തുന്ന ജൂതന്മാര് മനുഷ്യരെ അടിമയാക്കുന്ന ഒരു ഉപകരണമാണ് സ്വിസ് ബാങ്ക്. ആ
ധനം മാത്രം, ആ ഇൻട്രസ്റ്റായി ഉപേക്ഷിക്കപ്പെട്ട ധനം മാത്രം മതി അന്താരാഷ്ട്ര സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്താനും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊല്ലാനുള്ള ആയുധം വാങ്ങാനും എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഇൻട്രസ്റ്റുകൾ തൽസ്ഥാനത്ത് ഉപേക്ഷിക്കരുത്. അത് സമുദായത്തിന് തന്നെ നാശകരമായി ഭവിക്കുന്ന കാര്യങ്ങളിൽ അത് ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് മഫ്സദത്തും ഉണ്ടായേക്കാം. അതുകൊണ്ട് അത് ഒരു പൊതുവായ ധനം പോലെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൊടുക്കാൻ പറ്റുമോ, ശരിയാണോ തെറ്റാണെന്ന് അറിയുന്നതായിരുന്നു. കെട്ടിടം വാടക കൊടുക്കാം. ഇജാറത്തിന്റെ ബാബിൽ അത് പറയുന്നുണ്ട്. കെട്ടിടം വാടക കൊടുക്കാം, അതിന്റെ പൈസയും വാങ്ങാം. അതിന്റെ പിന്നിൽ പണം ചെലവഴിച്ചിട്ടുണ്ട്, അതിന്റെ പിന്നിൽ അധ്വാനം ചെലവഴിച്ചിട്ടുണ്ട്. അതിനുള്ള ഇവളാണ്, അത് പകരമാണ്. ഒരു കുഴപ്പമില്ല. ബാബുൽ ഇജാറ എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ വാടക കൊടുക്കുന്ന അധ്യായം തന്നെ ഉണ്ട്. ഇമാറത്ത് വാടക കൊടുക്കാം, അതേപോലെ മൃഗങ്ങളെ വാടക കൊടുക്കാം എന്നൊക്കെ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിടം ബാങ്കിന് ബാങ്കിനാ ചോദിക്കുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് പ്രത്യക്ഷമായും ഒരു പലിശയുടെ സ്ഥാപനമാണ്. അതുകൊണ്ട് ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും പലിശ ഹറാമായതുകൊണ്ടും ബാങ്കിന് വാടകക്ക് കൊടുക്കാനുള്ള ഒരു നിർബന്ധ സാഹചര്യം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടും ആ വാടക കൊടുക്കലും ആ വാടക ഭക്ഷിക്കലും ഹറാമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ വാടകക്ക് കൊടുക്കലും ആ വാടകയെ ഭക്ഷിക്കലും ഹറാമാണ്. ബാങ്കിന് വാടക കൊടുക്കാൻ പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. ഒരു വ്യക്തി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു 1-2 ലക്ഷം രൂപ കൊടുത്തു. ആ ബിസിനസ് സ്ഥാപനത്തിൽ ഷെയർ എന്ന രൂപത്തിലാണ് അദ്ദേഹം കൊടുത്തത്. അത് വാങ്ങിയതും ഷെയർ തരാ എന്ന രൂപത്തിലാണ്. എങ്കിലും അതിന് 2000 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 2250 രൂപ വെച്ചിട്ടോ 2500 രൂപ വെച്ചിട്ടോ മാസം ഈ കൊടുത്ത ആൾക്ക് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ പൈസ കൊടുക്കുന്നു. അത് ഈ പലിശയുടെ ഗണത്തിലാണോ പെടുന്നത്, അതോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന ഗണത്തിലാണോ പെടുന്നത്? പ്രത്യക്ഷമായ വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അത് റിബയാണ്. അത് കടുത്ത പലിശയാണ്. അത് ആക്കിലുൽ റിബയാണ്, പ്രത്യക്ഷാക്കിലുൽ റിബയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഏർപ്പാടില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ശർഈയായി ഇല്ല. ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടോ. അതിപ്പോ സുലഭമായി നാട്ടിൽ നടക്കുന്നതാണ്. സുലഭമായി നാട്ടിൽ നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഷെയർ ആവാം, പക്ഷേ അതിന്റെ ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയാകണം. മാസാന്തം ലാഭനഷ്ടങ്ങൾ കണക്കാക്കി ലാഭമാണ് എങ്കിൽ ലാഭത്തിൽ ഇയാളുടെ ശതമാന വിഹിതം കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് ചേർത്ത് വെക്കാം ഇയാളുടെ അറിവോടെ. നഷ്ടമാണെങ്കിൽ ഇയാളുടെ ക്യാപിറ്റലിന് അത്രയും സംഖ്യ പോയി എന്ന് വിധിക്കണം. ഈ അടിസ്ഥാനമാണ് ബിസിനസ്സിലുള്ളത്. മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ അല്ലെങ്കിൽ 10 കൊല്ലത്തിൽ അല്ലെങ്കിൽ 100 കൊല്ലത്തിൽ 2000 രൂപ തരാന്ന് പറഞ്ഞാൽ പോലും പലിശയാണ്. 100 കൊല്ലത്തിൽ 2000 രൂപ തരാന്ന് പറഞ്ഞാൽ പോലും പലിശയാണ്. നിർദ്ദിഷ്ടമായ ഒരു ധനം ഒരു കാര്യത്തിന്റെ മേൽ ഷർത്ത് വെക്കുക എന്നത് റിബയാണ്, പലിശയാണ്. അത് പച്ച പലിശയാണ്, അത് തനി പലിശയാണ്. അത് ഗൾഫുകാർ ഇന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട പലിശയാണ്, ഏറ്റവും വലിയ പലിശയാണ്, നാശമാണ്. അത് അവസാനിപ്പിക്കേണ്ട നാശം തന്നെയാണ്.